കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കുട്ടമ്പുഴ ബ്ലാവനപാലം നിർമ്മിക്കുന്നതിനായ സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ആരംഭിച്ചു. ഹൈക്കോടതി നിർദ്ദേശാനുസരണം പൊതുമരാമത്താണ് പ്രാരംഭമായി പുഴയിലെ മണ്ണ്, പാട എന്നിവ പരിശോധിക്കുന്നത്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ ബ്ലാവന കടത്തുകടവ് ഭാഗത്ത് പൂയംകുട്ടിപ്പുഴയിൽ പാലം നിർമ്മിക്കുന്നതിനായി ബന്ധപ്പെട്ട് പരിശോധന ആരംഭിച്ചു. ഇവിടെ പാലം വേണമെന്ന പതിറ്റാണ്ടുകളായുള്ള ആവശ്യത്തിനാണ് സാധ്യത തെളിയുന്നത്. പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ ഹൈക്കോടതി നിർദ്ദേശാനുസരണം പൊതുമരാമത്താണ് പ്രാരംഭമായി പുഴയിലെ മണ്ണ്, പാറ എന്നിവ പരിശോധിക്കുന്നത്. പുഴയുടെ ഇരുകരകളിലും 10 സെന്റിമീറ്റർ വ്യാസത്തിൽ 8 ബോർഹോളുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടത്തുന്നത്. 4 വർഷമായിട്ടും വനംവകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് പാല നിർമ്മാണം അനിശ്ചിതത്തിലായതോടെ ഹർജിക്കാർ വീണ്ടും കോടതിയെ സമീപിക്കുകയായിരുന്നു. പാലം പണിയുന്നതിന്റെ പ്രാരംഭ നടപടിക്കായി 8.93 ലക്ഷം രൂപ കെട്ടിവെച്ച് വിവരം കോടതിയെ അറിയിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് തുക കെട്ടിവെച്ച് കോടതി നിരീക്ഷണത്തിൽ പാലം പണിയുന്നതിനുള്ള സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ആരംഭിച്ചത്. ബ്ലാവനയിൽ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി വിവിധ ആദിവാസി ഉന്നതികളിലെ കാണിക്കാരായ ചുങ്കൻ തായപ്പൻ, അല്ലി കൊച്ചലങ്കാരൻ, ചിന്നയ്യൻ അലങ്കാരൻ, പൊന്നുസാമി വലിയ അലങ്കാരൻ, കൊല്ലേലിമേട് സ്വദേശി ജോർജ് കുട്ടി, ഫാം ജനറൽ സെക്രട്ടറി സിജുമോൻ ഫ്രാൻസിസ് എന്നിവർ 2016 ഹൈക്കോടതിയെ സമീപിച്ചത്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് പാലം യാഥാർത്ഥ്യമാക്കുമെന്ന് ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി സിജുമോൻ ഫ്രാൻസിസ് പറഞ്ഞു. ഈ കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ അത്രയും തന്നെ പഴക്കമുണ്ട് ഇവിടെ ഒരു പാലം വേണമെന്നുള്ള ആവശ്യത്തിന്. നമ്മൾ ഈ ബ്ലാവനയിൽ നിന്ന് ഉൾക്കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 30-40 കിലോമീറ്റർ ഉൾക്കാട്ടിൽ നിന്ന് ഈ രാത്രികാലങ്ങളിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വന്യമൃഗങ്ങളെ പേടിച്ച് ബ്ലാവന കടവിൽ വന്നാലും ഇക്കരയ്ക്ക് കടന്നു പോകാൻ മാർഗമില്ലാതെ അവിടെ തന്നെ കിടക്കേണ്ട സാഹചര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എത്രയോ ദുരിതമാണ് അവിടെയുള്ള ആൾക്കാർ അനുഭവിക്കുന്നറിയാമോ? അവിടെ താമസിക്കുന്ന ആൾക്കാർ മനുഷ്യരാണെന്നുള്ളൊരു പരിഗണന പോലും നമ്മുടെ അധികാരികൾ കൊടുക്കുന്നില്ല. എന്താണെങ്കിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴുള്ള ഈ ഒരു നിർദ്ദേശത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അടുത്ത മാസം 26-ാം തീയതി എന്നെ ഫോളോ അപ്പിനായിട്ട് വീണ്ടും വിളിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നടപടികളിലേക്ക് കടക്കുന്നു. അധികാരികളും ലോക്കൽ രാഷ്ട്രീയ നേതൃത്വം എല്ലാം രാഷ്ട്രീയം മറന്ന് ഈ ഒരു പ്രദേശത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് ഈ പാലമെന്ന് ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഒന്നിച്ച് നിൽക്കണം. നമ്മൾ എന്താണെങ്കിലും നിയമപരമായ നടപടികളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ കൂടെ ഉണ്ടാകും. പാലം പൊതുജനങ്ങൾക്ക് തുറന്ന് കിട്ടുന്നിടം വരെ നമ്മൾ സമരമുഖത്ത് തന്നെ ഉണ്ടാകും. നിയമപരമായി ഏതറ്റം വരെയും പോകാനും നമ്മൾ തയ്യാറാണ്. ഹർജിക്കാർക്ക് വേണ്ടി ഫാം ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മാത്യു ദേവസ്യ ഐമനമാണ് ഹാജരായത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.